ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ എൻ്റെ കയ്യിലുള്ള ഒരു കുഞ്ഞ് അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ഒരു വിഷയം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കും എന്നൊക്കെ ഞാൻ പറയും. സമയം പോലെയൊക്കെ വീഡിയോ എടുത്തുള്ളൂ. അപ്പോഴേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടല്ലോ, തേങ്ങ. നമ്മൾ കടയിൽ പോയിട്ട് തേങ്ങ മേടിക്കാൻ നേരത്ത് കടക്കാരനോട് പറയും തേങ്ങ വേണമെന്ന് പറയും. പത്രക്കാരൻ വന്ന് പത്രം മേടിക്കാൻ പോയതാണ്. അപ്പോൾ തേങ്ങ വേണമെന്ന് പറയും. അപ്പോൾ നമുക്ക് കടക്കാരൻ എന്ത് ചെയ്യും, ഇഷ്ടമുള്ള തേങ്ങയൊക്കെ ഇട്ട് നമുക്കിങ്ങ് തരും. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് നോക്കുമ്പോഴായിരിക്കും അതെന്ത് ചെയ്തതായിരിക്കും. ചിലപ്പോൾ അത് ചീത്തയായി പോവും, അല്ലെങ്കിൽ വിളഞ്ഞിട്ടില്ല, കരിക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾ കടയിൽ പോകുമ്പം തേങ്ങ എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. തേങ്ങ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് തേങ്ങയ്ക്ക് ഇങ്ങനെ 3 4 ഇതുപോലുള്ള തേങ്ങയിലെ വരിപ്പുകൾ കാണും. വരിപ്പെന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു പറയുന്നതാണ്ട്. ഈ സംഭവം ഉണ്ടല്ലോ, അതാണ്ട് ഇത്. അപ്പം നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ ഈ സംഭവം നല്ല നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നതാണോ എന്ന് നോക്കണം. അതായത് നല്ല കട്ടിക്ക്, അത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം, കുറച്ചൊരു കട്ടി കൂടുതലും കുറച്ചൊന്ന് പൊന്തി നിൽക്കുന്നതായിട്ട് കാണും. അപ്പം എന്താണ്ടേ നോക്കിക്കോ, ഇതുപോലെ ആ ചിരട്ടയുടെ ഒരു കളർ പോലെ നമുക്കന്നേരം ഒരു കളർ വ്യത്യാസം, ഒരു ചേഞ്ച് വരും. അപ്പം ഇങ്ങനെയുള്ള തേങ്ങകൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്, പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് പൊട്ടിച്ച് നോക്ക്. അപ്പം ഇങ്ങനെയുള്ള തേങ്ങകൾ നല്ല തേങ്ങയായിരിക്കും, അതിനകത്തൊരു ഒരു സംശയവും ഇല്ല. അപ്പോൾ ഈ ട്രിക്സ് ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് ഇത് ഉപകാരം ചെയ്യും. അല്ല, നേരത്തെ തേങ്ങ നോക്കി എടുക്കാൻ അറിയാവുന്നവർക്ക് ഇത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർ ഇതൊന്നും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ, നിങ്ങൾ വാങ്ങിച്ച് സെലക്ട് ചെയ്ത തേങ്ങ ഓക്കെ ആയിരുന്നു എന്ന്.